പറയട്ടെ, ഫ്രീ ജ്യൂസ് ആണേ. നമ്മുടെ മിതുക്കുട്ടി വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട്. നമുക്ക് പോയി വിളിച്ചുകൊണ്ട് വരാം. തൊട്ട് പിറകിലിരിക്കുന്ന ആ രഥത്തിലാണ് യാത്ര. പുരോഗമനം എന്ന പുതുമയാണെങ്കിലും പൊങ്ങി വരുന്ന ഈ വലിയ ബിൽഡിങ്ങുകൾ വർക്കല റെയിൽവേ സ്റ്റേഷന്റെ ഭംഗിയും അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം കൂട്ടും എന്നത് സത്യമെങ്കിലും പഴമയുടെ ആ പഴയ വർക്കലയുടെ മുഖം മാഞ്ഞു പോകുന്നത് പഴമ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കും. എനിക്ക് ഒത്തിരി കണ്ടപ്പോൾ വിഷമം തോന്നി. നമ്മുടെ വർക്കലക്കാരുടെ അടുത്ത അഹങ്കാരം ഈ വികസനമാണല്ലോ എന്നോർത്തിട്ട് സമാധാനിക്കാം അല്ലേ. അപ്പോൾ ദോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഞാൻ. ആ കാണുന്ന വാതിലിലൂടെയാണ് നമ്മുടെ മിതുക്കുട്ടി ഇറങ്ങി വരുന്നത്. ഇത് വർക്കല റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗമാണേ. ഒരു ചെറിയ ഷോപ്പിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നേരെ വർക്കലയിൽ നിന്ന് മൈതാന റൂട്ടിലേക്ക് പോയി ഇവിടെ ഒരു ചെരുപ്പ് മേള എന്ന ഒരു കുഞ്ഞു കടയുണ്ട്. കുഞ്ഞല്ല, അത്യാവശ്യം വലിയൊരു കട തന്നെയാണ്. ഈ കട തുടങ്ങിയതിന് ശേഷം ഞാൻ ഇവിടെ വന്നിട്ടാണ് ചെരുപ്പ് വാങ്ങാറ്. അപ്പോൾ ദേ കയറിയപ്പോൾ തന്നെ ഈ ഒരു ചെരുപ്പ് എനിക്കങ്ങ് ഇഷ്ടമായി. പ്രത്യേകിച്ച് ഞാൻ നോക്കുന്നത് ആ ചെരുപ്പ് നല്ല ഫ്ലെക്സിബിൾ ആണോ എന്നാണ്. കാരണം എൻ്റെ വലത് കാല് വയ്യാത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് വളഞ്ഞു വരുന്ന ചെരുപ്പ് മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂ. മറ്റൊന്നിലേക്കൊക്കെ ഒന്ന് കണ്ണോടിച്ചെങ്കിലും ആദ്യം കണ്ട ഈ ചെരുപ്പ് തന്നെ എനിക്കിഷ്ടമായി. ഞാൻ ഇടത് കാലിലിട്ട് നോക്കി, പിന്നെ എൻ്റെ വയ്യാത്ത വലത് കാലിലോട്ട് ഇട്ട് നോക്കി. എനിക്ക് നന്നായിട്ട് അതിട്ട് ഒന്ന് നടക്കാൻ പറ്റുമെന്ന്. സംഭവം എനിക്കിഷ്ടപ്പെട്ട്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോഴാണ് ഈ കാണുന്ന ചെരുപ്പ് നമ്മുടെ മിതുക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് അത് ഞാൻ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് എത്തിയില്ല. അങ്ങനെ മിതുക്കുട്ടി എന്നെ വന്ന് എടുത്തു തന്ന്. പക്ഷേ അതിനൊത്തിരി ഹീഡ് കൂടുതലായതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് ആദ്യം എടുത്ത് ആ ചെരുപ്പ് തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ അത്യാവശ്യത്തിന് ബാഗുകളും അതുപോലെ ലേഡീസിന് ഉപയോഗിക്കുന്ന വാനിറ്റി ബാഗുകൾ ഒക്കെ ഉണ്ടേ. വർക്കലക്കാർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റിയ നല്ലൊരു ഷോപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ വില കുറവാണെന്ന് കരുതിയിട്ട് ക്വാളിറ്റിയിൽ യാതൊരുവിധ കുറവുമില്ല. വർക്കലയിലെ ഏതൊരു കടയിലും കിട്ടുന്ന അതേ ക്വാളിറ്റിയിലെ സാധനം തന്നെയാണ് ഇവിടെ. റെയിൽവേ സ്റ്റേഷനിലെത്താനുള്ള കോളിൽ തന്നെ മിതുക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എരിയും പുളി ഇന്ന് ഒരുപാട് കഴിച്ചോളാൻ വയ്യ, കൊത്തു പൊറോട്ട മേടിക്കാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസയും കൂടി മേടിച്ചുകൊണ്ട് വരണേന്ന്. അങ്ങനെ മിതുക്കുട്ടിക്ക് ബിരിയാണി മേടിക്കാൻ കയറി, കൊത്തു പൊറോട്ട മേടിക്കാൻ കയറിയപ്പോൾ ആ കട അടച്ചിരിക്കണം. അങ്ങനെ മിതുക്കുട്ടി ഇന്നത്തേക്ക് ബിരിയാണിയിലങ്ങ് ഒതുക്കിയിട്ടുണ്ട്. അവിടെ ഒരല്പസമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും മിതുക്കുട്ടി ഓർഡർ ചെയ്ത അതേ ബിരിയാണീനെ കിട്ടിയത് കൊണ്ട് ആൾ ഹാപ്പിയിലാണ് എൻ്റെ കൂടെ വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ വർക്കല മൈതാനം റോഡ്. കാണാത്തവരൊന്ന് കണ്ടോളൂന്നേ. രാത്രി ഒരു 8 മണിയായപ്പോൾ ഒരു ചെറിയ തിരക്കാണ് ഈ റോഡിൽ കാണുന്നത്. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യമുണ്ട്. ജനതാമുക്കിൽ റെയിൽവേ ഗേറ്റ് ഉണ്ട്. അതിനെ അടച്ചു കിടക്കുവാണെങ്കിൽ നമ്മൾ പെട്ടുപോകും. ചിലപ്പോൾ 2-3 ട്രെയിൻ പോകുന്നത് വരെ അവിടെ നിൽക്കേണ്ടി വരും. പക്ഷേ ഇതുപോലെ തുറന്ന് കിടന്നാലുണ്ടല്ലോ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, പ്രത്യേകിച്ചും വിശന്ന് വരുന്ന സമയത്ത്. അങ്ങനെ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിതുക്കുട്ടി വാങ്ങിയ ബിരിയാണി ഇതാണ്. പലതരം പേരുകളുടെ കൂട്ടത്തിൽ വായിക്കൊള്ളാത്തൊരു പേര് ഈ ബിരിയാണിക്ക് മിതുക്കുട്ടി പറയണ കേട്ട് ഒരു ഉമ്മിണി ഞാൻ എടുത്ത് കഴിച്ച്. പക്ഷേ നമ്മുടെ മന്തിയുടെ ഇത്രയും എനിക്കിഷ്ടമായി. മിതുക്കുട്ടിയുടെ ഫേവറേറ്റിൽ ഒന്നായതുകൊണ്ട് അവൾ കഴിച്ച്. അപ്പോൾ രാത്രി ആയിട്ടുണ്ട്, പോയി കിടന്നിറങ്ങാം. ഓക്കെ, ബൈ, സീ യു.